കെ മുരളീധരനെതിരെ ആഞ്ഞടിച്ച് ടി.എൻ. പ്രതാപൻ. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തോൽവിക്ക് ശേഷം പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്ന കെ മുരളീധരന് ക്യാമ്പ് എക്സിക്യൂട്ടീവിലാണ് രൂക്ഷ വിമർശനം നേരിടേണ്ടി വന്നത്. തൃശൂരിലെ പരാജയം ചർച്ച ചെയ്യുമ്പോൾ പാർട്ടിയുടെ വീഴ്ച മാത്രമല്ല, സ്ഥാനാർത്ഥിയുടെ വീഴ്ച കൂടി ചർച്ച ചെയ്യണമെന്ന് കെ.പി.സി.സി വർക്കിംഗ് പ്രസിഡന്റ് ടി.എൻ. പ്രതാപൻ തുറന്നടിച്ചു. കെ മുരളീധരൻ പാർട്ടിയെയും ജില്ലാ കമ്മിറ്റിയെയും പ്രവർത്തകരെയും വിശ്വാസത്തിലെടുത്തില്ല എന്നും പ്രതാപൻ ആരോപിച്ചു. ജനങ്ങളുമായി സ്ഥാനാർത്ഥി ഇടപഴകിയില്ല, തെരഞ്ഞെടുപ്പ് ഫണ്ട് വേണ്ടതുപോലെ വിനിയോഗിച്ചില്ല, തോറ്റാൽ പാർട്ടിയെ കുറ്റം പറയുകയും ജയിച്ചാൽ സ്ഥാനാർത്ഥിയുടെ വ്യക്തിപ്രഭാവം കാരണമാണ് എന്ന് ചിത്രീകരിക്കുകയും ചെയ്യുന്നത് ശരിയല്ല. തൃശൂരിലെ തോൽവിയുമായി ബന്ധപ്പെട്ട് DCC പ്രസിഡന്റായിരുന്ന ജോസ് വെള്ളൂരിനെ ബലിയാടാക്കുകയാണ് ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടിക്കെതിരെ നിരന്തരം പ്രസ്താവന നടത്തുന്ന മുരളീധരന്റെ പേരിൽ നടപടിയെടുക്കാൻ നേതൃത്വത്തിന് ധൈര്യമുണ്ടോ എന്നായിരുന്നു രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാനിമോൾ ഉസ്മാന്റെ ചോദ്യം. മതസംഘടനകൾ, ആരാധനാലയങ്ങൾ എന്നിവയുമായി ഉണ്ടായിരുന്ന ബന്ധം പാർട്ടിക്ക് നഷ്ടപ്പെട്ടതായി കെ.പി.സി.സി ക്യാമ്പ് എക്സിക്യൂട്ടീവ് അംഗീകരിച്ച മാർഗരേഖയിൽ പറയുന്നു. സഹകരണമില്ലാതായതോടെ വർഗീയ സംഘടനകളും വിശ്വാസവിരുദ്ധ നിലപാടുള്ള പാർട്ടികളും അവിടെ നുഴഞ്ഞുകയറി. ഇതുകാരണം കോൺഗ്രസിന് സാധാരണ ജനങ്ങളുമായുള്ള ഇഴയടുപ്പം നഷ്ടപ്പെട്ടു. മണ്ഡലതലത്തിൽ ഇടപെട്ട് ഈ പോരായ്മ അടിയന്തരമായി പരിഹരിക്കണമെന്ന് മാർഗരേഖ നിർദ്ദേശിക്കുന്നു. സാധാരണ ജനങ്ങളുമായുള്ള ബന്ധം തിരിച്ചുപിടിക്കാൻ കീഴ്ഘടകങ്ങൾക്ക് ഒട്ടേറെ നിർദ്ദേശങ്ങൾ നേതൃത്വം നൽകിയിട്ടുണ്ട്. ഗ്രന്ഥശാലകൾ, ജീവകാരുണ്യ സംഘടനകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, കുടുംബശ്രീ, വാട്സ്ആപ്പ് കൂട്ടായ്മകൾ, കുടുംബയോഗങ്ങൾ എന്നിവയുടെ ഭാരവാഹികളുടെ വിവരം ശേഖരിക്കലാണ് ഇതിൽ പ്രധാനം. ഓഗസ്റ്റ് 15-നകം ഇത് കെ.പി.സി.സിക്ക് നൽകണം. ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിന് സംഘടന രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം തുടങ്ങണം. എല്ലാ നേതാക്കളും മാസത്തിൽ കുറഞ്ഞത് ഒരു ദിവസം സ്വന്തം വാർഡിൽ പാർട്ടി പ്രവർത്തനത്തിന് സമയം കണ്ടെത്തണം. പെർഫോമൻസ് ഓഡിറ്റിൽ ഇത് പരിശോധിക്കും. പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിലും നേതാക്കളുടെ പ്രവർത്തനം വിലയിരുത്താൻ പെർഫോമൻസ് ഓഡിറ്റ് ഉണ്ടാവും. ജില്ലയുടെ ചുമതലയുള്ള ഭാരവാഹികൾ മാസത്തിൽ 15 ദിവസം ജില്ലയിലുടനീളം യാത്ര ചെയ്ത് പാർട്ടി പരിപാടികൾ ഏകോപിപ്പിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾക്കും പ്രത്യയശാസ്ത്ര പഠനത്തിനുമായി കെ.പി.സി.സി മുതൽ ബൂത്ത് തലം വരെ പരിശീലനം നൽകും. ഇതിനായി DCC, ബ്ലോക്ക്, പഞ്ചായത്ത് തല ക്യാമ്പുകൾ സംഘടിപ്പിക്കണം. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പണമില്ലാത്ത സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ വീടുകയറി പിരിവെടുക്കണം തുടങ്ങിയവയാണ് നിർദ്ദേശങ്ങൾ.